ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനായ ജീവൻ ലക്ഷ്യയെ പറ്റിയിട്ടുള്ളതാണ്. സാധാരണ പോളിസിയിൽ നിന്ന് ജീവൻ ലക്ഷ്യ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ജീവൻ ലക്ഷ്യ ഒരു ഇൻകം റീപ്ലേസ്മെന്റ് പ്ലാനാണ്. സാധാരണ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പോളിസി ചേരുമ്പോൾ ആ കുഞ്ഞിന് 18 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് നമുക്കുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ജീവൻ രക്ഷയിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ ഈ പോളിസിയിൽ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കുടുംബനാഥന് ഈ പോളിസിയിലൂടെ ഒരു ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നു. കുഞ്ഞിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായ ഒരു പ്ലാനാണ് ജീവൻ ലക്ഷ്യ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി ഒരു വയസ്സായ ഒരു കുഞ്ഞിനാണ് നമ്മൾ ചേരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ 18ാമത്തെ വയസ്സിൽ അടച്ച തുകയും അതുവരേക്കുള്ള ഇൻട്രസ്റ്റും ബോണസും കിട്ടുന്നു. അത് സാധാരണ മറ്റുള്ള എല്ലാ പോളിസിയിലും നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. പക്ഷേ ജീവൻ രക്ഷയിൽ നമുക്ക് അഡീഷണലായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളുടെ കുഞ്ഞിൻ്റെ ഇൻകം സോഴ്സ്, അതായത് അച്ഛനാണെങ്കിൽ അച്ഛൻ, അതല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മ, അവരുടെ ഒരു ഇൻകം ആശ്രയിച്ചായിരിക്കും കുഞ്ഞിൻ്റെ ഭാവി ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻകം, ഇപ്പം നമുക്കറിയാം അപ്രതീക്ഷിതമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാം, പെർമനൻ്റ് ഡിസബിലിറ്റികൾ വരാം, ആക്സിഡൻറ്റുകൾ വരാം. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ വർഷവും ഇപ്പം നമ്മൾ 10 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് കുഞ്ഞിൻ്റെ പേരിൽ ചേരുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ ഓരോ വർഷവും 10 ലക്ഷത്തിൻ്റെ 10% തുക, അതായത് ഓരോ ലക്ഷം രൂപ എവരി ഇയർ ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാരൻറ്റിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുണ്ടെങ്കിലും നമ്മളില്ലെങ്കിലും നമ്മളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ ചെലവുകൾ നടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 18 വർഷത്തെ ഒരു പോളിസിയാണ് നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവസാനത്തെ 3 വർഷക്കാലം നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ 15 വർഷം മാത്രം നമ്മൾ പ്രീമിയം അടച്ചാൽ മതി. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഒരു 30 വയസ്സായ ഒരു പാരൻ്റ് ഒരു വയസ്സായ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പോളിസി ചേരുകയാണ് എന്ന് വയ്ക്കും. അപ്പോൾ നമുക്ക് ഒരു 5 വർഷം അടച്ചു കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് ഇതുപോലെയുള്ള ഒരു സാഹചര്യം, ഒരു ആക്സിഡൻറ്റ് വന്ന ശേഷം കുഞ്ഞിൻ്റെ അച്ഛന് ഒരു പെർമനൻ്റ് ഡിസബിലിറ്റിയാണ് വന്നത് എങ്കിൽ പെർമനൻ്റ് ഡിസബിലിറ്റി ബെനിഫിറ്റും കൂടെ നമ്മുടെ പോളിസി ഈ സംഭവിച്ച ഉടനെ തന്നെ കൊടുക്കുന്നു. എല്ലാ വർഷവും അച്ഛന് ഒരു പെർമനൻ്റ് ഡിസബിലിറ്റി ബെനിഫിറ്റും കൂടി അതിനൂടെ ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പാരൻറ്റിന് ഒരു ആക്സിഡൻ്റ് ആണ് സംഭവിക്കുന്നത് എന്നാണെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ എമൗണ്ട്, അതായത് നമ്മളുടെ സമ്മർഷേഡിൻ്റെ ഡബിൾ എമൗണ്ട് നമുക്ക് ഈ കുടുംബത്തിന് ആ സമയത്ത് തന്നെ കിട്ടുകയും അടുത്ത പോളിസി ഇയർ മുതൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എവരി ഇയർ ഈ കുഞ്ഞിന് 10% വെച്ച് തുക ലഭിക്കുന്നു. അത് കഴിഞ്ഞ് സാധാരണ എല്ലാ പോളിസിയും മെച്യൂരിറ്റി ആകുന്നത് പോലെ തന്നെ ഈ പോളിസിയും മെച്യൂരിറ്റി ആയി ഫുൾ എമൗണ്ട് ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ വീട് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഇൻകം കൊണ്ടുവരുന്ന ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ആവശ്യത്തിന് ഒരു പോളിസി ചേരുന്നത് കൊണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ, അതല്ലെങ്കിൽ ആരാണോ ഇൻകം കൊണ്ടുവരുന്നത് അവർക്ക് കൂടി ഒരു ഇൻഷുറൻസ് കവറേജ് ഈ പദ്ധതിയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം അതിൽ ആക്സിഡൻറ്റ് കവറേജ്, പെർമനൻ്റ് ഡിസബിലിറ്റി ബെനിഫിറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് നേരെ ഇരട്ടിയായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ഒരു 10 വർഷമോ 15 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ പോകുന്നതെങ്കിൽ ഇന്ന് 10 വർഷം
അല്ലെങ്കിൽ ഇന്ന് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അടുത്ത 15 വർഷം കഴിയുമ്പോൾ ഏകദേശം 15 ലക്ഷമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി, 10 ലക്ഷത്തിൻ്റെ മൂന്നിരട്ടിയായിട്ട് ഇത് മാറുന്നത് കാണാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് വേണം. അപ്പോൾ ആ പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതി തന്നെയാണ് ജീവൻ ലക്ഷ്യം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളുടെ സ്വന്തം പേരിൽ ധാരാളം പേരൻ്റ് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ സ്വന്തം പേരിൽ ഒരു പോളിസി കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരിൽ പോളിസി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുമായി: കുഞ്ഞിൻ്റെ അച്ഛനൊരു ഇൻഷുറൻസ് കവറേജായി, ആക്സിഡൻറ്റ് കവറേജായി, പെർമനൻറ്റ് ഡിസബിലിറ്റി ബെനിഫിറ്റായി, കുഞ്ഞിൻ്റെ 18 വയസ്സാകുമ്പോൾ കുഞ്ഞിന് ഒരു എഡ്യൂക്കേഷൻ ഫണ്ടായി. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തെയും നമ്മളുടെ കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷനെ എല്ലാം തന്നെ ഈ പോളിസിയിലൂടെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വളരെ നല്ല ഒരു പോളിസിയാണ് ജീവൻ ലക്ഷ്യം. ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി ഒരു 0 വയസ്സുള്ള ഒരു കുഞ്ഞു ചേരുകയാണെങ്കിൽ ആ കുഞ്ഞിന് ഏകദേശം 20 വർഷക്കാലം നമുക്ക് പ്രീമിയം അടയ്ക്കാനുള്ള, അല്ലെങ്കിൽ പോളിസി കാലാവധി തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ 20 ലക്ഷം രൂപ നമുക്ക് മെച്യൂരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ 10 ലക്ഷം രൂപ മാത്രം അടച്ചാൽ മതിയായിരിക്കും. ഇപ്പോഴത്തെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുഞ്ഞിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായ ഒരു പ്ലാനാണ് ജീവൻ ലക്ഷ്യ. കുഞ്ഞുങ്ങളുള്ള എല്ലാ അച്ഛനമ്മമാരും കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പോളിസി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ജീവൻ ലക്ഷ്യം തന്നെ ആകുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളും കൂടെയുണ്ട്. അപ്പോൾ താങ്ക് യു. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം.